ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. വെൻ n ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ ഫൈൻഡ് എ റിഡക്ഷൻ ഫോർമുല ഫോർ ലാപ്ലേസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് L of t raised to n and hence evaluate L of t raised to n. I will write the question. When n is a positive integer, find a reduction formula for Laplace transformation of L of t raised to n and hence evaluate L of t raised to n. Okay, so reduction formula എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? റിഡക്ഷൻ ഫോർമുല എന്ന് പറഞ്ഞാൽ എൽ ഓഫ് ടി റേസ് ടു എന്നിൽ ടിയുടെ പവർ റെഡ്യൂസ് ചെയ്യുക എന്നാണ് അർത്ഥം. അതായത് എൽ ഓഫ് ടി റേസ് ടു എന്നിനെ കുറച്ചും കൂടെ ലെസ് പവറുള്ള ഒരു വേരിയബിളിൻ്റെ ടേംസിൽ എഴുതുക. അതായത് ടി റേസ് ടു എൻ മൈനസ് വൺ, അത് ടി റേസ് ടു എന്നിനേക്കാളും പവർ കുറവായിട്ടുള്ള ഒരു വേരിയബിളാണ്. സോ ടി റേസ് ടു എന്നിനെ ടി റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ ടേമിൽ എഴുതുക. ടി റേസ് ടു എൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ടി റേസ് ടു എൻ മൈനസ് വണ്ണിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ടേമിൽ എഴുതുക. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എൽ ഓഫ് ടി റേസ് ടു എന്നിൻ്റെ ഇക്വേഷൻ എഴുതാം. എൽ ഓഫ് ടി റേസ് ടു എൻ, ആൻഡ് വി നോ ദാറ്റ് ഇറ്റ് ഈസ് integral 0 to infinity. So limit b tends to infinity, integral 0 to b f of t into e raised to minus st. f of t എന്ന് പറയുന്നത് here t raised to n into e raised to minus st dt, and which is equal to, ഇവിടെ നമുക്ക് രണ്ട് വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് ടു യൂസ് പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ എന്താണ്? integral u v equal to u into integral v, integral u v equal to u into integral v minus integral of derivative u of u into integral of v dv. Here limit b tends to infinity, u into first one into second integral of e raised to minus st എന്താ? e raised to minus st by minus s minus integral of derivative of first one. derivative of first one എന്ന് പറയുമ്പോൾ t raised to n, അതാണ് ഫസ്റ്റ് വൺ. അതിൻ്റെ ഡെറിവേറ്റീവ് n into t raised to n minus 1 into integral of v. integral of v e raised to minus st യുടെ ഇൻ്റഗ്രൽ അതെന്താ? e raised to minus st by minus s dt. to 0 to b. സോ ഞാൻ ഈ ലിമിറ്റ് രണ്ട് ടേമിനും സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ലിമിറ്റ് b tends to infinity, t raised to n into e raised to minus st by minus s up to 0 to b minus integral, ഈ മൈനസ് എസിനെ എനിക്ക് എന്നിൻ്റെ കൂടെ കൊണ്ടുവരാം. സോ n ബൈ മൈനസ് എസ് ഇൻറ്റു ടി റേസ് ടു n മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി. ഹിയർ ഓൾസോ 0 to b. സോ വിച്ച് ഇസ് ഈക്വൽ ടു, ഇവിടെ എനിക്ക് ഞാനിനി ഈ ലിമിറ്റ് രണ്ടിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് ടൈമിനും സെക്കൻഡ് ടൈമിനും കൂടെ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ താഴത്തെ ഇ റേസ് ടു മൈനസ് എസ് ടി ബൈ മൈനസ് എസിനെ എനിക്കിവിടെ ഫസ്റ്റ് ടൈമിൽ നിന്ന് പുറത്തെടുക്കാം. സോ ഇറ്റ് ഈസ് 1 ബൈ മൈനസ് എസ് ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി up to 0 to b minus
ഇതിനെ എനിക്ക് ഈ നെഗറ്റീവ് എസ് എൻ ബൈ മൈനസ് എസിനെ എനിക്ക് പുറത്തെടുക്കാം. കാരണം നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ടിയുടെ ടേംസിലാണ്. എന്നിലും എസ്സിലും ടി ഇല്ല, അതുകൊണ്ട് എനിക്ക് പുറത്തെടുക്കാം. ഈ മൈനസസ് വെളിയിലോട്ട് വരുമ്പോൾ ഇത് പ്ലസ് ആകും. സോ ഇറ്റ് ബിക്കംസ് എൻ ബൈ എസ് ഇൻറ്റു ഇൻ്റഗ്രൽ ടി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി 0 to b. ഈ സെക്കൻഡ് ടൈം ഒന്ന് നോക്കിക്കേ. ഈ സെക്കൻഡ് ടൈം ആക്ച്വലി എന്താണ്? നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഈ ബ്രാക്കറ്റിനുള്ളിൽ വന്നിരിക്കുന്നത് അല്ലേ? ബിക്കോസ് ഇൻ്റഗ്രൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നെങ്കിൽ എന്ത് വന്നേനെ? ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ, ഇൻ്റഗ്രൽ ടി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്ന് വന്നേക്കുന്നത്. ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ ടി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ടി ഡി ടി എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ടി റേസ് ടു എൻ മൈനസ് 1ൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇക്വേഷനാണ് ഈ സെക്കൻഡ് വൺ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിന് എൽ ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 എന്ന് കൊടുക്കാം. സോ വിച്ച് ഇസ് ഈക്വൽ ടു ഇത് 1 ബൈ മൈനസ് എസ് ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി കൊടുക്കാം ലിമിറ്റ്. സോ ബി റേസ് ടു എൻ മൈനസ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബി മൈനസ് പിന്നെ 0 കൊടുക്കുമ്പോൾ ടി റേസ് ടു എൻ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് 0 റേസ് ടു എൻ എന്ന് വരും. 0 ആയി പോകും ആ ടൈം കംപ്ലീറ്റ്. സോ 0യുടെ ഇവിടെ നമുക്ക് ആവശ്യം വരുന്നില്ല. സോ പ്ലസ് സെക്കൻഡ് ടൈമിന് എനിക്ക് എൻ ബൈ എസ് ഇൻറ്റു ഈ സെക്കൻഡ് ടൈം ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1 ആണ്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ എഴുതാം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ടി റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, അപ്പോൾ ഇതിന് ഞാൻ ഇക്വേഷൻ 1 എന്ന് കൊടുക്കുകയാണ്. ഞാൻ ഈ ഫസ്റ്റ് ടൈമിനെ മാത്രം ഒന്ന് എടുക്കുകയാണ്. ഈ അതിൽ 1 ബൈ മൈനസസ് അവിടെ കിടന്നോട്ടെ. അതിൽ സെക്കൻഡ് ടൈമിനെ എടുക്കുകയാണ്. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു എൻ ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബി ആൻഡ് വിച്ച് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു എൻ ബൈ ഇ റേസ് ടു എസ് ബി എന്ന് എഴുതാം. കാരണം ഇ റേസ് ടു മൈനസ് എസ് ബി എന്ന് പറഞ്ഞാൽ 1 ബൈ ഇ റേസ് ടു എസ് ബി ആണ്. അതുകൊണ്ട് ബി റേസ് ടു എൻ ബൈ ഇ റേസ് ടു എസ് ബി എന്ന് വരും. ഇനി ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഏത് ഫോമിൽ വരും? ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം വരും അല്ലേ? സോ നമുക്കിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്നാ വരും? വീണ്ടും ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് വൺ ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. ഇപ്പോൾ ന്യൂമറേറ്റർ ബി റേസ് ടു എൻ ആണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എൻ ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇ റേസ് ടു എസ് ബിയുടെ ഡെറിവേറ്റീവ് എസ് ഇൻറ്റു ഇ റേസ് ടു എസ് ബി. അപ്പോൾ ഇവിടെ വീണ്ടും നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താലും എൻ ഇൻറ്റു ഇൻഫിനിറ്റി റേസ് ടു എൻ മൈനസ് 1 എന്ന് വരും. അപ്പോഴും ഇൻഫിനിറ്റി തന്നെ വരും. അതായത് ഇതും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞ ഫോമിലാണ് വരുന്നത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുവാണ്. അതായത് ഇപ്പം നമുക്ക് കിട്ടിയതിൻ്റെ ഡെറിവേറ്റീവ് ന്യൂമറേറ്ററിൻ്റെ ഡെറിവേറ്റീവ് ബൈ ഡിനോമിനേറ്ററിൻ്റെ ഡെറിവേറ്റീവ്. സോ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ഫസ്റ്റ് വണ്ണിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോൾ എന്നാ വരും? എൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ബി റേസ് ടു എൻ മൈനസ് 1ൻ്റെ ഡെറിവേറ്റീവ് അതെന്നാ വരും? എൻ മൈനസ് 1 ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 2 എൻ മൈനസ് 1 മൈനസ് 1 ദാറ്റ് ഈസ് എൻ മൈനസ് 2 ഡിവൈഡഡ് ബൈ ഇവിടെ എസ് ഓൾറെഡി ഉണ്ട്. ഇ റേസ് ടു എസ് ബിയുടെ ഡെറിവേറ്റീവ് വീണ്ടും എസ് ഇൻറ്റു ഇ റേസ് ടു എസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു ഈ എസ് ഇൻറ്റു എസിനെ നമുക്ക് എങ്ങനെ എഴുതാം? എസ് സ്ക്വയർ എന്ന് എഴുതാം. മാറ്റി ഞാൻ എസ് സ്ക്വയർ എന്ന് എഴുതാൻ പോവാണ്. പക്ഷേ ഇനി നമ്മൾ ലിമിറ്റ് കൊടുത്താലും എന്ത് തന്നെ വരത്തുള്ളൂ? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു ബിക്ക് ഇൻഫിനിറ്റി കൊടുക്കുകയാണെങ്കിൽ ഇൻഫിനിറ്റി റേസ് ടു എൻ മൈനസ് 2 എന്ന് വരും. താഴെയും ഇ റേസ് ടു എസ് ബിയുടെ സ്ഥാനത്ത് ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇ റേസ് ടു ഇൻഫിനിറ്റി അതും ഇൻഫിനിറ്റി ആയി മാറും. അപ്പോൾ വീണ്ടും ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട്, അതായത് അടുത്തത് എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്നാ വരും? എൻ ഇൻറ്റു എൻ മൈനസ് 1 ഇൻറ്റു എൻ മൈനസ് 2 ഇൻറ്റു ബി റേസ് ടു എൻ മൈനസ് 3 എന്ന് വരും. താഴെ എസ് ക്യൂബ് ഇൻറ്റു ഇ റേസ് ടു എസ് ബി എന്ന് വരും. അപ്പോൾ നമ്മൾ ഈ ഓരോ തവണ എൽ ഹോസ്പിറ്റൽ റൂൾ അപ്ലൈ ചെയ്യുമ്പോഴും
n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു n മൈനസ് 3 എക്സെട്ര അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുക. അത് എവിടം വരെയും കണ്ടിന്യൂ ചെയ്യും. നോക്കി എന്നിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടായിരിക്കുന്നത്. n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു അത് കഴിഞ്ഞ് എന്നിൽ നിന്ന് 3 കൊടുക്കും. ആദ്യം n ആയിരുന്നു, പിന്നെ എന്നിൽ നിന്ന് 1 കുറച്ചത് കിട്ടി, എന്നിൽ നിന്ന് 2 കുറച്ചത് കിട്ടി, പിന്നെ എന്നിൽ നിന്ന് 3 കുറച്ചത് കിട്ടി. അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ ലാസ്റ്റ് നമുക്ക് 1 കിട്ടും. 1 കിട്ടുന്നൊരു സന്ദർഭമുണ്ട് അല്ലേ. അപ്പം ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി n എന്ന് പറയുന്ന ഏതോ ഒരു നമ്പറാണ്. അപ്പം ഏതൊരു നമ്പറിൽ നിന്നും കുറേ തവണ നമ്മൾ കുറേ നമ്പേഴ്സ് കുറച്ച് പോകുമ്പോൾ ലാസ്റ്റ് 1 വരത്തില്ല. n ഈസ് എ പോസിറ്റീവ് നമ്പർ. സോ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 1 കിട്ടുന്നോടെ വരെ നമ്മൾ എഴുതി. അപ്പോൾ നമ്മൾ എത്ര തവണ ഡെറിവേറ്റീവ് കണ്ടു? n ടൈംസ് കണ്ടു. അപ്പോൾ അതുകൊണ്ട് മേളിൽ എന്ത് വരും? s റൈസ് ടു n എന്ന് വരും. s റൈസ് ടു n ഇൻറ്റു e റൈസ് ടു sb. നോക്കി b റൈസ് ടു n മൈനസ് 2, ഇവിടുത്തെ b റൈസ് ടു n മൈനസ് 2ൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് വരും? ഇവിടെ n വന്നപ്പോൾ ഈ പ്രീവിയസ് സ്റ്റെപ്പിൽ ഈ സ്റ്റെപ്പ് നോക്കി, ഈ സ്റ്റെപ്പ് ആദ്യം നോക്കുക. അവിടെ n വന്നപ്പോൾ ബിയുടെ പവറായിട്ട് എന്ത് വന്നു? n മൈനസ് 1 വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കി, ഈ സ്റ്റെപ്പിൽ ഇവിടെ n വന്നപ്പോൾ n ഇൻറ്റു n മൈനസ് 1 എന്ന് വന്നപ്പോൾ ബിയുടെ പവറായിട്ട് n മൈനസ് 2 വന്നു. അപ്പോൾ മേളിൽ n വന്നപ്പോൾ പവറായിട്ട് n മൈനസ് 1 വന്നു. ഇവിടെ ലാസ്റ്റ് ടൈം n മൈനസ് 1 വന്നപ്പോൾ n മൈനസ് 2 വന്നു. അതായത് ലാസ്റ്റ് ടൈമിലും നമ്മൾ ഈ n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു അങ്ങനെ എഴുതുന്നത് ലാസ്റ്റ് ടൈമിലും ഒന്ന് കുറവാണ് ബിയുടെ പവറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്കും ഇവിടുത്തെ ലാസ്റ്റ് ടൈം ഏതാ? 1 1ലും ഒന്ന് കുറവാണ് ബിയുടെ പവറായിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വരും? ഇൻറ്റു ബി റേസ് ടു 0 എന്നാണ് ഇവിടെ വരുന്നത്. ബി റേസ് ടു 0 എന്താ? എനി നമ്പർ റേസ് ടു 0 ഈസ് 1, പവർ 1 ആണ്. സോ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം. ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n മൈനസ് 2 ഇൻറ്റു എക്സെട്ര അപ് ടു 1 എന്താ? n ഫാക്ടോറിയൽ ആണ് ആക്ച്വലി. n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 2 ഇൻറ്റു എക്സെട്ര ഇൻറ്റു n വരെ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ 1 മുതൽ ഇവിടെ നിന്ന് റൈറ്റിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1 മുതൽ n വരെ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സ്. സോ ഇറ്റ് ഇസ് n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ s റേസ് ടു n ഇൻറ്റു e റേസ് ടു sb. b റേസ് ടു 0യുടെ വാല്യൂ 1 ആണ്. സോ ഇൻറ്റു 1 ചെയ്താലും ഇതിനൊന്നും വ്യത്യാസമൊന്നും വരത്തില്ല. ഇനി നമ്മൾ ഇൻഫിനിറ്റി കൊടുത്ത് നോക്കിയേ, ബിക്ക് ഇൻഫിനിറ്റി ലിമിറ്റ് കൊടുത്ത് നോക്കിയേ, എന്ത് വരും? n ഫാക്ടോറിയൽ ബൈ s റേസ് ടു n ഇൻറ്റു e റേസ് ടു s ഇൻറ്റു b. ബിക്ക് ഇൻഫിനിറ്റി കൊടുത്താൽ s ഇൻറ്റു ഇൻഫിനിറ്റി, അത് ഇൻഫിനിറ്റി വരും. e റേസ് ടു ഇൻഫിനിറ്റി എന്താ? ഇൻഫിനിറ്റി തന്നെ. ഇൻഫിനിറ്റി ഇൻറ്റു s റേസ് ടു n എന്താ? അതും ഇൻഫിനിറ്റി. അപ്പോൾ n ഫാക്ടോറിയൽ ബൈ ഇൻഫിനിറ്റി എന്ന് വരും, ദാറ്റ് ഈസ് 0. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇൻ്റഗ്രൽ കംപ്ലീറ്റ് 0 ആയിപ്പോയി. നോക്കിയേ, ഫസ്റ്റ് ഇൻ്റഗ്രൽ ആക്ച്വലി നമുക്കിവിടെ വേണ്ടിയിരുന്ന ഇക്വേഷൻ ഫസ്റ്റ് നോക്കി, ഫസ്റ്റ് ഇക്വേഷൻ. അപ്പോൾ അവിടെ നമുക്ക് 1 ബൈ മൈനസ് എസ് ഇൻറ്റു ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബി ആയിരുന്നു. അതിൽ ലിമിറ്റ് ബി ടെൻസ് ടു ഇൻഫിനിറ്റി ബി റേസ് ടു n ഇൻറ്റു ഇ റേസ് ടു മൈനസ് എസ് ബി ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. അത് 0 കിട്ടി. 1 ബൈ മൈനസ് എസ് ഇൻറ്റു 0 എന്താ? 0 തന്നെ വരും. സോ നമുക്കിവിടെ ബാക്കി 0 പ്ലസ് n ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്? എൽ ഓഫ് ടി റേസ് ടു n ആയിരുന്നു കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അപ്പം നമുക്ക് കിട്ടി എൽ ഓഫ് ടി റേസ് ടു n ഈക്വൽ ടു n ബൈ എസ് ഇൻറ്റു എൽ ഓഫ് ടി റേസ് ടു n മൈനസ് 1 എന്ന് കിട്ടി. അപ്പം ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഫോർമുല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ റിഡക്ഷൻ ഫോർമുല.